നമസ്കാരം, ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 26. അങ്ങനെ നമ്മൾ ഈ മാസത്തെ നാലാമത്തതും അവസാനത്തതുമായ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഈ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രധാനമായും 9 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റിലാകമാനം പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. ഇതിലേക്ക് പ്രധാനമായി നയിച്ചത് ഇറാന്റെ ധനകാര്യമന്ത്രി പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വാർത്ത തന്നെയായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ പോലും 180 പോയിന്റുകളുടെ റാലിയും രേഖപ്പെടുത്തി. കൂടാതെ യുഎസ് മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് യുഎസിൽ നിന്നും വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾക്കായിട്ട് പ്രതിനിധി സംഘം യുഎസിൽ നിന്നും പുറപ്പെടുവാനായിട്ട് ഒരുക്കങ്ങൾ നടത്തിയിരുന്ന വേളയിൽ ഇറാന്റെ ഭാഗത്ത് നിന്നും തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും തങ്ങളുടെ കാര്യങ്ങൾ മധ്യസ്ഥരായ പാകിസ്ഥാൻ കൈമാറാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ധനകാര്യമന്ത്രി പാകിസ്ഥാനിൽ എത്തിച്ചേർന്നുള്ള വിശദീകരണം വന്നതിനെ തുടർന്ന് യുഎസ് സംഘം വീണ്ടും പാകിസ്ഥാനിലേക്കുള്ള യാത്ര ക്യാൻസൽ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുള്ള പുതുപ്രതീക്ഷകൾ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ പ്രതിഫലിച്ചെങ്കിലും പിന്നീട് ഇവ റദ്ദാക്കപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ നാളെ ഗ്ലോബൽ മാർക്കറ്റിന്റെ മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇറാൻ US സീസ് ഫയർ നിലവിൽ വന്നതിനെ തുടർന്ന് തുടർച്ചയായി 2 ആഴ്ചകളിൽ ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വീക്ക്ലി ബേസിസിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും എന്നാൽ കഴിഞ്ഞ ആഴ്ച US ഇറാൻ സീസ് ഫയറിന്റെ ഡെഡ് ലൈൻ അവസാനിക്കാനിരിക്കെ പുതിയ ഡെവലപ്മെന്റ്സുകളും വരാതിരുന്നതിനെ തുടർന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്നും അനുചിതമായിട്ട് സീസ് ഫയർ നീട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നെങ്കിലും സീസ് ഫയറിന് മുകളിലുള്ള കോൺഫിഡൻസ് മാർക്കറ്റിനും നിക്ഷേപകർക്കും നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ട്രേഡിംഗ് സെഷനുകളിൽ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കാനായ ഇന്ത്യൻ മാർക്കറ്റ് ബുധൻ, വ്യാഴം, വെള്ളി 3 ട്രേഡിംഗ് സെഷനുകളിൽ ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി വീക്ക്ലി ബേസിസിൽ 2% നഷ്ടത്തോടുകൂടി തന്നെ നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇതിനു പുറമെ ഇന്ത്യൻ രൂപയ്ക്ക് സെപ്റ്റംബർ 2022 ശേഷം ഏറ്റവും വലിയ വീക്ക്ലി ലോസ് ആണ് കഴിഞ്ഞ ആഴ്ച നേരിടേണ്ടതായിട്ടും വന്നത്. ഇനി ഈ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ നാളെയാവുമ്പോഴേക്കും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് 2 മാസങ്ങൾ പൂർത്തിയാവുകയാണ്. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും പ്രധാനമായും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സീസ് ഫയറുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സുകൾ കൂടാതെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് വീണ്ടും ചൂട് പിടിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിന്റെ ഗതിവിധികളെ പരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. 28-ാം തീയതി അതായത് ചൊവ്വാഴ്ച യുഎസിലെ ഫെഡറൽ റിസർവിന്റെ പോളിസി മീറ്റിംഗ് ആരംഭിക്കും. ബുധനാഴ്ച 29-ാം തീയതിയോടുകൂടി മോണിറ്ററി പോളിസിയുടെ ഔട്ട്കമും വരും. മാർക്കറ്റും അനലിസ്റ്റുകളും നിക്ഷേപകരൊക്കെ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ ഫെഡിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് 3.5%-നും 3.75%-നും ഇടയിലായിട്ട് തന്നെ ന്യൂട്രലായിട്ട് തന്നെ നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നതും. എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായിട്ട് എന്തെങ്കിലും നടപടി ഫെഡിന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിന് സർപ്രൈസിംഗ് ഫാക്ടർ ആയിരിക്കും. അതിനുള്ള സാധ്യതകൾ വിരളമാണെങ്കിൽ കൂടിയിട്ടും ഏകദേശം 2 ആഴ്ചയിലേറെ കാലമായി ഇന്ത്യൻ മാർക്കറ്റ് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷൻസിന് ശേഷം ക്വാർട്ടർ 4 ഏർണിംഗ്സിലേക്ക് കടക്കുകയും ചെയ്തു. ഈ ആഴ്ചയിൽ BSEയിൽ നിന്നും മാത്രം ഏകദേശം 200-ലേറെ കമ്പനികളാണ് അവയുടെ ക്വാർട്ടർ 4ന്റെ റിലീസിനായിട്ട് ലൈനപ്പ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നിഫ്റ്റി 50യിൽ നിന്നും മാത്രം കോൾ ഇന്ത്യ, അൾട്രാടെക് സിമെന്റ്, മാരുതി സുസുക്കി ഇന്ത്യ, ബജാജ് ഫൈനാൻസ്, അദാനി പോർട്സ്, ബജാജ് ഫിൻസർവ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടും വരാനിരിക്കുന്നു. കൂടാതെ നിഫ്റ്റി 50 ഇൻഡെക്സിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായ AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ബജാജ് ഹൗസിംഗ് ഫൈനാൻസ്, ബന്ധൻ ബാങ്ക്, REC, GRSC, അദാനി പവർ, മോട്ടിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്, വേദാന്ത, വാരി എനർജീസ്, ACC സിമെന്റ്, ബാങ്ക് ഓഫ് ഇന്ത്യ, അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ് തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സ് ഈ ആഴ്ചയായതിനാൽ തന്നെ ഇവയുടെ റിസൾട്ടുകളുടെ ഔട്ട്കമും മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വീണ്ടും USഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പാകിസ്ഥാനിൽ വെച്ച് നടക്കുമെന്നുള്ള പ്രതീക്ഷകൾ വന്നതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും നേരിയ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. ബ്രെന്റ് ക്രൂഡിന്റെ വില $105.88 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $94.88 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ പിന്നീട് ചർച്ചകൾക്കുള്ള നടപടികൾ പരാജയപ്പെട്ടതിനാൽ തന്നെ നാളെ ഒരുപക്ഷെ വീണ്ടും അത്
എണ്ണയുടെ വില വർദ്ധിപ്പിക്കുവാനും ഇടയാക്കും. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഒന്നെങ്കിൽ ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സുകൾ വരികയോ ഇനി അല്ല ചർച്ചകൾക്കായിട്ടുള്ള പുതുപ്രതീക്ഷകൾ വരികയോ ചെയ്യുകയാണെങ്കിൽ അത് എണ്ണയുടെ വിലയിടിവിന് കാരണമാവുകയും ചെയ്യും. എണ്ണയുടെ വില ഇടിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്ലോബൽ മാർക്കറ്റിന് മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിനും ഗുണകരമാവുകയും ചെയ്യും. ഇനിയും നേരെ മറിച്ചാണെങ്കിൽ അത് വീണ്ടും മാർക്കറ്റിനെ ദുർബലപ്പെടുത്തുവാനും ഇടയാക്കും. ഇന്ത്യൻ മാർക്കറ്റിന് പുതുപ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഏകദേശം ഈ മാസം 10-ാം തീയതിയും തുടർന്ന് 15, 16, 17 തീയതികളിൽ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഏകദേശം 1500 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം ബൈ നടത്തിയെങ്കിലും കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ 5 ട്രേഡിംഗ് സെഷനിലും അവരുടെ ഭാഗത്ത് നിന്നും ശക്തമായ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിന് നേരിടേണ്ടതായിട്ടും വന്നത്. തൽഫലമായി വീക്ക്ലി ബേസിസിൽ മാത്രം 17,140 കോടി രൂപയുടെയും ഏപ്രിൽ മാസത്തിൽ ഏകദേശം 43,967 കോടി രൂപയ്ക്കും അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വിറ്റിറങ്ങുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച വരെ 2026 കലണ്ടർ വർഷത്തിൽ മാത്രം ഏകദേശം 1,70,5,089 കോടി രൂപയ്ക്ക് അവർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും സെല്ലിംഗ് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം വെള്ളിയാഴ്ച നിഫ്റ്റിക്ക് അതിന്റെ ഡൗൺ സൈഡിലേക്കുള്ള ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ ആയിരുന്ന 23,900 എന്ന ലെവലിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. ഈ ലെവലിലായിട്ടായിരുന്നു നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-ഡേ EMA നിലനിന്നിരുന്നതും. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നിഫ്റ്റിക്ക് 23,900 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,200, 24,500 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്സുകൾ വരാതിരിക്കുകയോ എണ്ണയുടെ വില അതിരിക്കുകയാണെങ്കിൽ ഈ ലെവലുകൾക്ക് മുകളിലേക്ക് പോകാൻ സാധിച്ചെങ്കിലും ഒരുപക്ഷെ ശക്തമായ സെല്ലിംഗും നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് 23,500 എന്ന ലെവൽ വീക്ക്ലി ബേസിസിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് നിഫ്റ്റിയുടെ താഴേക്കുള്ള പ്രയാണം നോക്കിക്കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ 2022 സെപ്റ്റംബറിന് ശേഷം ഏറ്റവും വലിയ വീക്ക്ലി ലോസ് ആണ് ഇന്ത്യൻ രൂപയ്ക്ക് നേരിടേണ്ടതായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ വരികയും ചെയ്തത്. ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഇന്ത്യൻ രൂപയുടെ മുകളിലുള്ള ഊഹക്കച്ചവടം RBI നിർത്തിവെച്ചതിനെ തുടർന്ന് ഇന്ത്യൻ രൂപയ്ക്ക് 2 രൂപയുടെ മുകളിൽ US ഡോളറിനെതിരെ ശക്തിയാർജിക്കുവാൻ സാധിച്ചെങ്കിലും വീണ്ടും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള സീസ്ഫയറിന് മുകളിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ തന്നെ ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ദുർബലപ്പെടേണ്ടതായിട്ടും വന്നു. തൽഫലമായി വീക്ക്ലി ബേസിസിൽ മാത്രം 1.4% ഇടിവോടുകൂടി 94.24 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യൻ രൂപയ്ക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും US ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ പ്രകടനവും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം വീണ്ടും ഇന്ത്യൻ രൂപ ദുർബലപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ കൂടുതൽ വീക്കൻ ചെയ്യുവാനും ഇടയാക്കും. ഈ ആഴ്ചയിലും ക്വാർട്ടർ 4 ഏർണിംഗ്സ് അതിശക്തമായി തുടരുന്നതിനാൽ തന്നെ കോർപ്പറേറ്റ് ഇവന്റ്സുകളും ഒത്തിരിയേറെ ഈ ആഴ്ചയിൽ നിലനിൽക്കുന്നുമുണ്ട്. എസ്പെഷ്യലി വേദാന്തയുടെ ഡീമർജറുമായി ബന്ധപ്പെട്ടുള്ള എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും ഏപ്രിൽ 30 മെയ് 1 തീയതി ആയതിനാൽ തന്നെയും കൂടാതെ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ 11 രൂപ പെർ ഷെയർ എന്ന നിലയിലുള്ള ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ 30-നുമാണ്. ഇതിനു പുറമെ ഒട്ടനവധി കമ്പനികളുടെ ഡിവിഡന്റിന്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയൊക്കെ റെക്കോർഡ് ഡേറ്റും ഈ ആഴ്ചയിൽ വരുന്നതിനാൽ തന്നെ കോർപ്പറേറ്റ് ഇവന്റ്സുകളും സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസും നമ്മുടെ മാർക്കറ്റ് ഗതിവിധികളെ സാരമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. ഇതുകൂടാതെ ഈ ആഴ്ചയിലും പ്രധാനപ്പെട്ട ഒത്തിരിയേറെ മാക്രോ ഇക്കണോമിക് ഡാറ്റകൾ ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യാനിരിക്കുന്നു. എസ്പെഷ്യലി ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടി മാർച്ച് മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റകളുടെ റിലീസ് ഉണ്ട്. സമയത്തിന്റെ ദൈർഘ്യം മൂലം ഓരോന്നും പ്രത്യേകമായി എടുത്തു പറയുന്നില്ല. അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ അതാത് ദിവസത്തെ പ്രധാനപ്പെട്ട ഡാറ്റകളുടെ വിശദാംശങ്ങൾ വിശദീകരിക്കാം. കൂടാതെ ഒത്തിരിയേറെ ഗ്ലോബൽ ഇവന്റുകളാൽ നിറഞ്ഞ ഒരു ആഴ്ചയിലേക്കാണ് നമ്മൾ എൻ്റർ ആകാൻ വേണ്ടി പോകുന്നതും. എസ്പെഷ്യലി US-ൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ്സ്, ഹൗസിംഗ് സ്റ്റാറ്റ്സ് തുടങ്ങി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, GDP ഗ്രോത്ത് റേറ്റ് തുടങ്ങി ഒത്തിരിയേറെ ഡാറ്റകളുടെ റിലീസും ഈ ആഴ്ച ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇവയെക്കുറിച്ചും എല്ലാ ദിവസത്തെയും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യുകയും ചെയ്യാം. ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഈ വീക്കെൻഡിൽ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ അവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ 4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ആക്സിസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റ് ആയിട്ട് 7,071 കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ അസറ്റ് ക്വാളിറ്റിയിലും നേട്ടം രേഖപ്പെടുത്തി. കൂടാതെ 1 രൂപ
പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും ബോർഡ് റെക്കമെൻഡ് ചെയ്തു. DCB ബാങ്ക് നെറ്റ് പ്രോഫിറ്റില് 16% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 206 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ₹1.45 പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡിനായിട്ടുള്ള റെക്കമെൻഡേഷനും ബോർഡ് നൽകുകയും ചെയ്തു. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 12% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 12.4% വർധനവും രേഖപ്പെടുത്തി ₹6 പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഇൻഡസ് ഇൻഡ് ബാങ്ക് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 2236 കോടി രൂപ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്ത ബാങ്ക് ഇത്തവണ 533 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 43% വർധനവും രേഖപ്പെടുത്തി. RBL ബാങ്ക് പ്രോഫിറ്റില് 233% വളർച്ചയും നെറ്റ് അഡ്വാൻസസില് 23% ഉയർച്ചയും രേഖപ്പെടുത്തി. L&T ഫൈനാൻസ് നെറ്റ് പ്രോഫിറ്റില് 27%ന്റെയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 24.8% വർധനവ് രേഖപ്പെടുത്തി. അദാനി ഗ്രീൻ എനർജി പ്രോഫിറ്റില് 34%ന്റെയും ഇൻകത്തില് 14%ന്റെയും ഉയർച്ച രേഖപ്പെടുത്തി. M&M ഫിനാൻഷ്യൽ സർവീസസ് നെറ്റ് പ്രോഫിറ്റില് 55%ന്റെയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 24.8%ന്റെയും ഉയർച്ച രേഖപ്പെടുത്തി. ₹7 പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡിനുള്ള റെക്കമെൻഡേഷനും ബോർഡ് നടത്തി. ഇന്ത്യ സിമെന്റ്സ് നെറ്റ് പ്രോഫിറ്റില് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 24.6 കോടി രൂപയിൽ നിന്നും ഇത്തവണ 59.5 കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 2.6% നേരിയ ഉയർച്ചയും രേഖപ്പെടുത്തി. ADF ഫുഡ്സ് SBI മ്യൂച്വൽ ഫണ്ട് മാനേജ്മെന്റ് സ്റ്റോക്കിൽ 2% സ്റ്റേക്ക് വർദ്ധിപ്പിച്ചു. ഫൈസർ ലിമിറ്റഡ് ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് 188 കോടി രൂപ മൂല്യമുള്ള അധിക ഓഹരികൾ സ്റ്റോക്കിൽ വാങ്ങി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.